ഹലോ ഓൾ, വെൽക്കം ടു ലേണിനോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 1ന്റെ കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാണ്. ഇതിന്റെ പാർട്ട് 2 ആണ്. ഞാൻ പാർട്ട് 1 ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ട് 1ൽ നമ്മൾ നമ്പർ സിസ്റ്റം ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നും നമ്മൾ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. സോ നമുക്ക് എന്തൊക്കെയാ ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കമ്പ്യൂട്ട് 1010 പ്ലസ് 1011 ബൈ ഹാൻഡ്. ട്രീറ്റ് ഓൾ നമ്പേഴ്സ് ആസ് അൺസൈൻഡ്. പ്രൊവൈഡ് ദ 4-bit sum and indicate whether a carry out occurred. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത്തിരി വലുതാന്നൊക്കെ തോന്നും, പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാധാരണ ഒരു ബൈനറി അഡീഷൻ ആണ്. ഓക്കെ, ബൈനറി അഡീഷൻ. അപ്പൊ തന്നിരിക്കുന്ന നമ്പർ എന്താണെന്ന് പറഞ്ഞത് നമ്മുടെ 1010യും പിന്നെ എന്താണ് 1011ഉം. ഈ രണ്ടെണ്ണവും കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ട് 4-bit നമ്പർ ആണ്. 4-bit നമ്പർ ആഡ് ചെയ്യുമ്പോൾ എന്തായാലും 4-bit സമ്മും ആൻഡ് ഇൻഡിക്കേറ്റ് വെദർ, അതായത് ക്യാരി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇൻഡിക്കേറ്റ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറയുന്നതിലും കുറച്ച് എൻ്റയർലി ഒരു ഡിഫറെന്റ് ആയിട്ട് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ഉൾപ്പെടുത്തിയത്. നമുക്കിത് എങ്ങനെയാ നോക്കാം. എങ്ങനെയാണ്? 1010 പ്ലസ് എന്താണ് 1011 സെപ്പറേറ്റ് ആഡ് ചെയ്താൽ മതി. 0 + 1 എന്താണ്? 0 + 1 എന്ന് പറഞ്ഞാൽ 1. 1 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 1 ആണ്. സോ 0 ക്യാരി എന്തുണ്ട്? 1 ഉണ്ട്. ഇതെന്താണ്? 1 + 0 + 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. 1 + 1 എന്താണ്? 1 + 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. ക്യാരി 1 ആണ്. സോ നിങ്ങളിത് സെന്റൻസ് വൈസ് എഴുതണം. ഓക്കെ, ഇതിനകത്ത് 4-bit സം അല്ലേ? ആദ്യം എത്രയാണ്? നമ്മുടെ ഈ റൂൾ അനുസരിച്ചിട്ട് സം ഇതാണെന്നുള്ളതും പിന്നെ ക്യാരി ഇതാണെന്നുള്ളതും ഇൻഡിക്കേറ്റ് ചെയ്യണം. ക്യാരി എന്തുണ്ട്? ഒരു ക്യാരി ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഇതിനകത്ത് നിങ്ങൾ ഒന്നെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് ഓരോ പ്രാവശ്യവും, അല്ലെങ്കിൽ 0 + 1 എന്ന് പറഞ്ഞ ഇതിന്റെ കേസിൽ സമ്മ് 1ഉം 0 ക്യാരി എന്താണ്? ഇതിന്റെ ക്യാരി എന്ന് പറയുന്നത് എന്താണ്? ക്യാരി എന്ന് പറയുന്നത് ഇതിന്റെ കേസിൽ 0 ആണ്. അതുപോലെ തന്നെ 1 + 1നകത്ത് എന്തുണ്ട്? രണ്ടാമത്തെ, അതായത് ഓരോ കോളം വൈസ് വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യുക. പക്ഷെ ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്താൽ പോരാ, സെന്റൻസ് വൈസ് എന്താന്ന് എഴുതണം. ഓരോ കോളം വൈസ് ആഡ് ചെയ്യുമ്പോഴും എന്താണ് സമ്മ് കിട്ടുന്നത്, എന്താണ് ക്യാരി കിട്ടുന്നതെന്ന് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം. സോ നമ്മുടെ ആൻസർ എന്താണ്? 1010 എന്നാണ് ആൻസർ. അതിനകത്ത് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരിയാണ്. ഓക്കെ, അപ്പൊ സമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്യാരി 1 ഉണ്ട്. സോ ക്യാരി നമ്മൾ എഴുതണം. ക്യാരി 1. പിന്നെന്താണ്? സമ്മ് എത്രയാണ്? സമ്മ് 0 1 0 1. ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ എഴുതേണ്ടത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതുപോലെ വേറൊരു നമ്പറും കൂടെ നോക്കാം. ഇതെല്ലാം അൺസൈൻഡ് ക്യാരിയാണ്. അൺസൈൻഡ് നമ്പർ ആണ്. സൈൻഡ് നമ്പർ ആകുമ്പോൾ വ്യത്യാസമുണ്ട്. സൈൻഡ് നമ്പറും കൂടെ നമുക്കിന്ന് നോക്കാം. ഇപ്പം നമുക്കിതുപോലെ, ഇതിപ്പം അഡീഷന്റെ കേസല്ലേ? അഡീഷനിൽ എന്താണ്? ക്യാരി വരും. ഇനിയിപ്പോൾ എന്താണ്? സബ്ട്രാക്ഷന്റെ കേസിൽ എന്തായിരിക്കും വരിക? ബോറോ ആയിരിക്കും. നമുക്ക് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ജസ്റ്റ് ഒരു സബ്ട്രാക്ഷൻ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ എടുത്തതാണ്. നമ്മളിപ്പോൾ ഒരു അഡീഷൻ ചെയ്തല്ലോ, ആ ക്വസ്റ്റ്യന്റെ ആ ഒരു ഇത് കാണാൻ വേണ്ടി എടുത്തതാണ്. ഓക്കെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? കമ്പ്യൂട്ട് 11011 ബൈനറി നമ്പർ ആണ്. 10110 ബൈ ഹാൻഡ്. ട്രീറ്റ് ഓൾ നമ്പേഴ്സ് ആസ് അൺസൈൻഡ്. പ്രൊവൈഡ് ദ 4-bit ഡിഫറൻസ് ആൻഡ് ഇൻഡിക്കേറ്റ് വെദർ. എന്താണ്? ഒരു ബോറോ ഉണ്ടെങ്കിൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാം. 111011 മൈനസ് 1010. നമ്മുടെ ഓൾറെഡി നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ബോറോ വരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ, നമുക്ക് മൊത്തം ഒരു ബൈനറിയുടെ സബ്ട്രാക്ഷൻ ഏതാണ്? ഒന്നെങ്കിൽ ജനറൽ മെത്തേഡ്, നമുക്ക് അറിയാം ജനറൽ മെത്തേഡ് സബ്ട്രാക്ട് ചെയ്യാം. അതാണ് നമ്മൾ ഇപ്പൊ ചെയ്യുന്ന മെത്തേഡ്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? രണ്ട് മെത്തേഡ് ആണുള്ളത്. ജനറൽ ഇപ്പൊ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നുണ്ട് എന്താണ്? വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ്. വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യാം. അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യാം. ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ഒരു വലിയ നമ്പർ ആണ്. നോക്കി, 1101 എന്ന് പറഞ്ഞാൽ വലിയ നമ്പർ. ലാർജർ നമ്പറിൽ നിന്നിട്ടാണ് സ്മോളർ. സോ നമുക്ക് എന്താ ജനറൽ ആയിട്ട് എടുക്കാം. ഇതിപ്പോ നമുക്ക് നേരെ തിരിച്ചാണ് തന്നിരിക്കുന്നതെങ്കിൽ, ഒരു സ്മോളറിൽ നിന്നിട്ട് ഒരു ലാർജർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? നമുക്ക് ഈ എന്താ ചെയ്യണ്ടേ?
വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ് അല്ലാന്നുണ്ടെങ്കിൽ ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് സബ്ട്രാക്ഷൻ നടത്താം. അത് ഇതിനകത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ നമുക്ക് ജനറൽ മെത്തേഡ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ ഇതായതുകൊണ്ട്. ഓക്കെ, 1 - 0 എന്താണ്? 1 - 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ്. 1 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 ആണ്. 0 - 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് 1 ഉം ബോറോ എന്ന് പറയുന്നത് 1 ആയിരിക്കും. 1 - 1 എന്താണ്? അഗെയിൻ 1 - 1 0, 0 - 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. 1 - 1 എന്താണ്? 1 - 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആണ്. സോ ആൻസർ എത്രയാണ്? 101. ഇപ്പൊ ഇതെല്ലാം നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ 10110 മൈനസ് 11011 എന്നായിരുന്നു എങ്കിൽ നിങ്ങൾ ഇതിനകത്ത് വൺസ് കോംപ്ലിമെന്റ് മെത്തേഡോ അല്ലെങ്കിൽ ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡോ യൂസ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പം എന്താണ് ഈ വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ് ആണെങ്കിൽ സ്റ്റെപ്പ് എഴുതണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഓരോന്നിനും കൃത്യമായ സ്റ്റെപ്പ് എഴുതിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇതിപ്പോ മനസ്സിലായല്ലോ. ഇതിപ്പോ ജസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്താൽ മതി. ഇതിപ്പോ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ക്വസ്റ്റ്യന്റെ എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് കാണിക്കാനാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യണം എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, നോക്കി എന്താണ് ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ഈസ് ദ ഡെസിമൽ വാല്യൂ ഓഫ് ദ 8-bit ടൂസ് കോംപ്ലിമെന്റ് കോഡ് 11111110? അപ്പൊ എന്താ തന്നിരിക്കുന്നത്? നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു ടൂസ് കോംപ്ലിമെന്റ് കോഡാണ് തന്നിരിക്കുന്നത്. ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഡെസിമൽ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിലൊരു ചെറിയ കാര്യം ശ്രദ്ധിക്കണം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ബിറ്റിലാണ് അവർ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ് സൈൻ ബിറ്റ്, ഇത് സൈൻ ബിറ്റ് കാണിക്കുന്നു, ഇതായിരിക്കും എന്ത്? അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഞാൻ മാഗ്നിറ്റ്യൂഡ് M എന്നിട്ടേക്കുന്നതാണ്. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന കോഡ് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു സ്റ്റെപ്പല്ല, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെക്ക് ചെയ്യണം? തന്നിരിക്കുന്ന നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക്, ഞാൻ പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്ന് എഴുതുന്നുള്ളൂ. അതായത് ചെക്ക് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. എന്താണ് തന്നിരിക്കുന്ന ബൈനറി നമ്പർ പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ അത് നെഗറ്റീവ് ആണോ എന്നതാണ് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതെങ്ങനെ അറിയാം? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഫസ്റ്റ് ഡിജിറ്റ്, തന്നിരിക്കുന്ന ഈ ഫസ്റ്റ് ഡിജിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? സൈൻ ബിറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് 1 ആണോ എന്നുണ്ടെങ്കിൽ ഇത് എന്താ കാണിക്കുന്നത്? ഇതൊരു നെഗറ്റീവ് നമ്പർ ആണെന്നാണ് കാണിക്കുന്നത്. ഇതിപ്പോ 0 ആയിരുന്നെങ്കിലോ അതൊരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഇതിപ്പോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു 8 ബിറ്റ് ടൂസ് കോംപ്ലിമെന്റിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻഡ് നമ്പർ ആണ്. ഓക്കെ, ഇതൊരു ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റിനകത്ത് അൺസൈൻഡ്, നമ്മളിപ്പോ കുറച്ചു മുമ്പ് കണ്ട ക്വസ്റ്റിനകത്ത് എന്തായിരുന്നു? അൺസൈൻഡ് നമ്പർ എന്ന് നമ്മളോട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തു ഇതൊരു പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. നെഗറ്റീവ് നമ്പർ ആണോ എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യണം. ഇഫ് ഇറ്റ് ഈസ് നെഗറ്റീവ്, ഞാൻ ഇപ്പൊ നെഗറ്റീവ് എന്ന് എഴുതുവാണ് ഇവിടെ, നിങ്ങൾ ബുക്കിൽ എഴുതിക്കോണം കേട്ടോ. നെഗറ്റീവ് ആണോ എന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിന്റെ ടൂസ് കോംപ്ലിമെന്റ് എടുക്കണം. എന്ത് ചെയ്യണം? നെഗറ്റീവ് ആണോ എന്നുണ്ടെങ്കിൽ ടേക്ക് ടൂസ് കോംപ്ലിമെന്റ്. ഇതിന് വേറൊരു എളുപ്പ വഴിയും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ നിങ്ങൾ ഇത് നോക്കുക കേട്ടോ. ടേക്ക് ടൂസ് കോംപ്ലിമെന്റ്, ടൂസ് കോം എന്ന് എഴുതുന്നുള്ള ടേക്ക് എന്ത് ചെയ്യണം? നെഗറ്റീവ് നമ്പർ ആണോ എന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിനെ ടൂസ് കോംപ്ലിമെന്റ് എടുത്തിട്ട് എന്ത് ചെയ്യണം? ദെൻ കൺവേർട്ട് ടു ഡെസിമൽ. ഡെസിമലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയാമല്ലോ. അപ്പം എന്താണ് ഇപ്പം സാധാരണ ഇതിപ്പോ ഒരു പോസിറ്റീവ് നമ്പർ ആയിരുന്നെങ്കിൽ ഇതിപ്പം 0 ആണ്. അതായത് ഒരു പോസിറ്റീവ് നമ്പർ ആയിരുന്നുവെങ്കിൽ എന്ത് ചെയ്താൽ മതി? നേരിട്ട് എന്ത് ചെയ്താൽ മതി? ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. പക്ഷെങ്കിൽ തന്നിരിക്കുന്നത് ഒരു നെഗറ്റീവ് ആണോ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവ് ആക്കണം. എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? പോസിറ്റീവ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ടൂസ് കോംപ്ലിമെന്റ് ചെയ്യണം. ടൂസ് കോംപ്ലിമെന്റ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? വൺസ് കോംപ്ലിമെന്റ് എടുത്തിട്ട് 1 ആഡ് ചെയ്യണം. തന്നിരിക്കുന്നത് ടൂസ് കോംപ്ലിമെന്റ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ തന്നിരിക്കുന്ന നമ്പർ ഞാൻ എഴുതുവാണേ. ഫസ്റ്റ് 1, പിന്നെന്താണ് 111 കഴിഞ്ഞിട്ട് എന്തുണ്ട്? പിന്നെയും ഒരു 1110. ഈ നമ്പറിനെ ഫസ്റ്റ് എന്താ ചെയ്തത്? ഞാൻ ഫസ്റ്റ് അതിനെ വൺസ് കോംപ്ലിമെന്റ് എടുക്കുകയാണ്. വൺസ് കോംപ്ലിമെന്റ് വെച്ചാൽ 0 0 0 0, പിന്നെന്തുണ്ട്? 0 0 0 1 എന്ന് കിട്ടും. ടൂസ് കോംപ്ലിമെന്റ് ആക്കാൻ എന്ത് ചെയ്യണം? +1 ഒന്നും കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. +1 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 + 1 എന്താണ്? 1 + 1 എന്ന് വെച്ചാൽ 0 ആണ്. ക്യാരി 1 ഉണ്ട്. പിന്നെ എന്താണ്? 1. ബാക്കി എൻ്റെ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, 0 0. പിന്നെ എന്തുണ്ട്? ഒരു 4 0യും കൂടെ ഇല്ലേ? 1 2 3 4. അപ്പോൾ ഒരു 4 0യും കൂടെ നമ്മൾ ഇട്ടു. അപ്പൊ തന്നിരിക്കുന്ന നമ്പർ എന്താണ്?
തന്നിരിക്കുന്ന നമ്പർ എന്താ ചെയ്തത്? നമ്മളിപ്പോൾ എന്താ ചെയ്തത്? ഫസ്റ്റ് എന്ത് ചെയ്തു? നമ്മൾ 2's complement ഓഫ് ഫസ്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്ന നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്തു. ആ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് നമ്പർ ആണ്. നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് നമ്പർ ആയിരിക്കും. നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ 2's complement എടുത്തിട്ട് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 2's complement എടുത്തു. ഇനി ഇതിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എളുപ്പമല്ലേ? ഇതിനെ കാണുമ്പോൾ തന്നെ അറിയാലോ എന്താണ് ഇതിന്റെ ഡെസിമൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 വരും, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വരും. 2 ആയിരിക്കും എന്തായിരിക്കും നമ്മുടെ ഡെസിമൽ വാല്യൂ? എന്താണ്? 2 എന്നാണ് നമ്മുടെ ഡെസിമൽ വാല്യൂ വന്നിരിക്കുന്നത്. സോ -2 ആയിരിക്കും ആൻസർ. തന്നിരിക്കുന്നത് നെഗറ്റീവ് വാല്യൂ ആണ്. ഇത് നെഗറ്റീവ് ആണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. സോ നമ്മുടെ ഡെസിമൽ വാല്യൂ എത്രയായിരിക്കും? -2 ആയിരിക്കും. -2 ആയിരിക്കും വാല്യൂ. ഇതാണ് ഒരു മെത്തേഡ്. അത് തന്നിരിക്കുന്ന എന്താണ്? നെഗറ്റീവ് ആണെങ്കിൽ മാത്രം. ഇതിപ്പോൾ ഒരു പോസിറ്റീവ് നമ്പർ ആണോ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തേച്ചാൽ മതി? സാധാരണ ഒരു ബൈനറി ടു ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. ഇതെങ്ങനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. എങ്ങനെയാണ്? മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്. ഏതൊരു നമ്പറും ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ടാണ് പിന്നെ അത് പറയാതിരുന്നത്. ഇതിപ്പോൾ ചെറിയ നമ്പർ ആയതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത്. ഇതിപ്പം വേറൊരു മെത്തേഡ് ഉണ്ട്. ഇപ്പം നമ്മുടെ ആൻസർ എത്രയാണ്? -2. അതുപോലെ തന്നെ ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ കണ്ടുപിടിക്കാം. തന്നിരിക്കുന്ന നമ്പർ എന്താണ്? നെഗറ്റീവ് നമ്പറാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? നെഗറ്റീവ് നമ്പറാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് മൈനസ് ഇടുന്നു. നമുക്കിത് നിങ്ങൾക്കിത് 8421 കോഡ് എന്നറിയാമോ? അതായത് നമ്മുടെ ഡെസിമൽ ബൈനറി കണ്ടുപിടിക്കാനായിട്ട് 8421 1248 8 കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും? 16 കഴിഞ്ഞാൽ 32 നമ്പേഴ്സ് ആണ്. 32 കഴിഞ്ഞാൽ എന്തുണ്ട്? 64 ദെൻ എന്തുണ്ട്? 128. ഇങ്ങനെ അങ്ങ് പോകും. ഇതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതായത് നമുക്ക് നേരിട്ട് വേഗം ബൈനറി എടുക്കാനാണ്. 128 64 32 ദെൻ 16 8 4 2 1. ഇത് കറസ്പോണ്ടിങ്, അതായത് നമ്മുടെ കറസ്പോണ്ടിങ് ഇപ്പം ഞാൻ 8421 പറയാണ്. 8421 എന്ന് പറയും. എന്തിനെ പറയും? നമ്മുടെ ഡെസിമലിനെ. 8421 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തിലോട്ട്? നേരെ ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഇപ്പം 2ന്റെ ബൈനറി വേണമെന്നുണ്ടെങ്കിൽ എന്താണ്? 2ന്റെ സ്ഥാനത്ത് മാത്രം 1 ഇടുക, ബാക്കിയെല്ലാം 0 ആക്കി കഴിഞ്ഞാൽ എന്തായി? 2ന്റെ ബൈനറി ആയി. ഇപ്പം എനിക്ക് 4ന്റെ ബൈനറി ആണ് വേണ്ടത് എങ്കിൽ എന്ത് ചെയ്യണം? 4 മാത്രം 1 ഇടണം. ശരിയല്ലേ? 0100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4 ആണ്. ഇപ്പം എത്രയാണ്? 10ന്റെ ബൈനറി. 10 എന്ന് പറഞ്ഞാൽ 8 + 2 അല്ലേ 10. സോ 8ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1. ഈ 2ഉം 1 ആക്കുക, ബാക്കിയുള്ളത് റിമൈനിങ് 0 ആക്കുക. ദാറ്റ് ഈസ് 1010 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1010 ആണ് 10. ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എളുപ്പമുണ്ടെങ്കിൽ നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഡെസിമൽ ബൈനറി ഇതിനെയൊക്കെ ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. കാൽക്കുലേറ്ററിൽ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ എങ്ങനെ വേണം വെച്ചിട്ട് നമുക്ക് ഇതിനെ ക്രോസ് ചെക്ക് ചെയ്യാം. ഇപ്പം ഈ കേസിൽ ഞാൻ പറയുകയാണ്, ഇതെന്താണിത്? നെഗറ്റീവ് നമ്പർ ആണ്. സോ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഇത് മൈനസ് ആണല്ലോ. സോ മൈനസ് ഇട്ടു. 1ന്റെ സ്ഥാനം, അതായത് ഈ ഒരു 128 64 32 ഇത് നിങ്ങൾക്ക് അറിയാലോ. 1 2 4 എങ്ങനെയാ വന്നതെന്ന് അറിയാലോ. 4ന്റെ ഇരട്ടി 8, അതായത് ഡബിൾ ചെയ്ത് പോവാണ്. സോ ഇതിനകത്ത് 1 ഉള്ള സ്ഥാനത്തിന്റെയൊക്കെ നമ്പർ ഞാൻ ഇവിടെ കറസ്പോണ്ടിങ് എഴുതാണ്. എത്രയാണ്? 128 പ്ലസ് 64, അതായത് 1ന്റെ സ്ഥാനത്തുള്ള എല്ലാ നമ്പേഴ്സും കൂടെ ഞാൻ ആഡ് ചെയ്യാണ്. 64 പ്ലസ് എന്ത് വരും? 32. ഇവിടെയൊക്കെ 1 അല്ലേ? 32 പ്ലസ് എന്താണ്? 16 പ്ലസ് ഇവിടെ മാത്രമേ 0 ഉള്ളൂ. ഈ 1ന്റെ കേസ് മാത്രമേ 0 ഉള്ളൂ. ബാക്കി എല്ലാം എന്തായിരിക്കും? ബാക്കി എല്ലാം 1 ആണ്. സോ ബാക്കി എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -2 കിട്ടും. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. 16 പ്ലസ്, അതായത് എളുപ്പത്തിന് ഞാൻ പറഞ്ഞതാണ്, 8 പ്ലസ് 4 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? -2 എന്ന് ആൻസർ കിട്ടും. എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. തന്നിരിക്കുന്ന നമ്പർ നെഗറ്റീവ് ആണ്. സോ മൈനസ് ആദ്യം ഇട്ടിട്ട് നമ്മുടെ 8421 മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഇതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അല്ല എന്നാണെങ്കിൽ തന്നിരിക്കുന്ന നമ്പർ നെഗറ്റീവ് ആണ് എങ്കിൽ എന്ത് ചെയ്യണം? നമ്പറിന്റെ 2's complement കണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യുമ്പോൾ സൈൻ ഇടാൻ മറന്നു പോവരുത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിപ്പോ ഒരു സൈൻ ഇട്ട നമ്പർ ആണ് അല്ലേ? ഇതുപോലെ അൺസൈൻഡ്, അതായത് ഇത് 0 ഇട്ടൊരു നമ്പറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരെ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ മറ്റതുപോലെ തന്നെ നമ്മളിപ്പോ കണ്ട ക്വസ്റ്റ്യൻ എന്തായിരുന്നു?
തന്നിരുന്ന നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് നമ്പർ ആയിരുന്നു. ഇപ്പൊ തന്നിരിക്കുന്ന നേരെ ഓപ്പോസിറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്നൊരിക്കൽ തന്നിരിക്കുന്ന നമ്പർ പോസിറ്റീവ് ആണ്. നോക്കിയ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഡെസിമൽ വാല്യൂ ഓഫ് ദ 8-bit 2's complement കോഡ്? അതായത് നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? ഒരു 2's complement കോഡ് തന്നിട്ടുണ്ട്. അതിന്റെ 8-bit റെപ്രസെന്റേഷൻ ആണ് തന്നിരിക്കുന്നത്. അതിന്റെ ഡെസിമൽ വാല്യൂ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ് ഇപ്പൊ നമ്മൾ നോക്കിയ പ്രോബ്ലംസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ തന്നിരിക്കുന്ന നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതെങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. നമ്മൾ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിൽ എഴുതുമ്പോൾ സൈൻ ബിറ്റ് എന്ന് പറയുന്നത് 0 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നമ്പർ പോസിറ്റീവ് ആയിരിക്കും. ഇവിടുത്തെ സൈൻ ബിറ്റ് എന്താണ്? സൈൻ ബിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ 0 അല്ലേ? 0 ആയതുകൊണ്ട് തന്നെ ഈ നമ്പർ എന്തായിട്ടായിരിക്കും? പോസിറ്റീവ് നമ്പർ ആയിരിക്കും. പോസിറ്റീവ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് കൺവേർഷൻ ചെയ്താൽ മതി. എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ നമ്പറിനെ ജസ്റ്റ് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. എങ്ങനെയാണ് ഒരു നമ്പർ, ഒരു ഡെസിമൽ നമ്പറിനെ നമ്മൾ എന്താണ്, സോറി, ഒരു ബൈനറി നമ്പർ ആണ്. ഈ ബൈനറി നമ്പറിനെ നമ്മൾ എങ്ങനെയാണ് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും നടക്കുക. അങ്ങനെ ചെയ്യാം. ഇതിപ്പോ ഞാൻ മറ്റേ എളുപ്പം എന്നല്ല, ഞാൻ കുറച്ചും പറഞ്ഞല്ലോ, 8421 എന്ന് പറയുന്ന മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. 8421 ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ബിറ്റ് നമ്പർ ആണ്? 8-bit നമ്പർ ആണ്. സോ 8 കഴിഞ്ഞിട്ട് വേറെ എന്തുണ്ട്? 16 എന്താണ്? 32 64 ഇത്ര വരെ അല്ലേ വേണ്ടി വരുള്ളൂ? അതായത് നോക്കിയേ, ഇത് മൊത്തം 8 ബിറ്റ് അല്ലേ? 8421 ദാറ്റ് ഈസ് 1 2 3 4. ഇത് ലാസ്റ്റ് നമ്പറിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 128 into 0 എന്ന് പറഞ്ഞാൽ 0 ആയിക്കോളും. ഇത് എന്ത് ചെയ്താൽ മതി? ഇത് തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഇത് തമ്മിൽ ഏതാണ്? ഈ 1 ഒഴികെ. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. ഈ 1 ഒഴികെ ബാക്കി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് ആൻസർ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ രീതിയിൽ എന്താ ഇത് ചെയ്യേണ്ടത്? 0 into 2 raised to 0 plus 1 into 2 raised to 1 plus അങ്ങനെ 2ന് പവർ ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ എങ്കിൽ എളുപ്പമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എളുപ്പവഴി ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ തന്നെ കാൽക്കുലേഷൻ ഇങ്ങനെ തന്നെ ചെയ്യണം. ഓക്കെ, ഈ ഒരു മെത്തേഡ് ഉണ്ട് എന്ന് മനസ്സിലായല്ലോ, 8421 മെത്തേഡ്. അതായത് പിന്നെന്താണ് 8421 നമ്മൾ 168421 then 32 16 8421 ഇങ്ങനെ ചെയ്താൽ നമുക്ക് ആൻസർ തെറ്റിപ്പോവാതെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 126 ആണ്. ഓക്കെ, 126. അപ്പോൾ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 126. ഇതൊരു പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്താൽ മതിയായിരുന്നു? ജസ്റ്റ് നമ്മൾ ഡെസിമലിലോട്ട് എടുത്താൽ മതി. തന്നിരിക്കുന്നത് ഒരു 2's complement ആണ്. അതിന് ഡെസിമലിലോട്ട് ചെയ്യാനായിട്ട് എന്താ ചെയ്തത്? പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ഡെസിമലിലോട്ട് നേരിട്ട് കൺവേർട്ട് ചെയ്തു. നെഗറ്റീവ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നമ്മൾ ആ തന്നിരുന്ന നമ്പറിന്റെ 2's complement എടുത്തിട്ട് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്തേനെ. മാറിപ്പോകരുത്. ഈ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസും ജസ്റ്റ് ഒന്ന് നോക്കിക്കോണം. മേ ബി നമുക്ക് എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കാരണം നമുക്ക് സൈൻഡ് നമ്പറും അൺസൈൻഡ് നമ്പറും പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കൺവേർട്ട് 66 to the base 8 to hexadecimal number. ട്രീറ്റ് ഓൾ നമ്പേഴ്സ് ആസ് അൺസൈൻഡ് ആയിട്ട് നോക്കാനാണ് പറഞ്ഞേക്കുന്നത്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. 66 to the base 8 to hexadecimal number. 66 ബേസ് 8 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇതൊരു ഒക്ടൽ നമ്പർ ആണല്ലേ. അപ്പോൾ ഒരു ഒക്ടൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം എങ്ങനെയായിരുന്നു? ഡെസിമല്, ബൈനറി, കൂടുതലും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസേ ചെയ്തുള്ളൂ. നമ്മൾ ഈ ഒക്ടൽ ടു ഹെക്സാഡെസിമൽ ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ ഒക്ടൽ ടു ഹെക്സാഡെസിമൽ നമുക്ക് കുറച്ച് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. നിങ്ങൾ എന്തായാലും വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 66 ആണ്. സോ നമ്മൾ എങ്ങനെ ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ഒക്ടൽ ടു ഹെക്സാഡെസിമൽ ആൻഡ് ഹെക്സാഡെസിമൽ ടു ഒക്ടൽ വളരെ സിമ്പിൾ മെത്തേഡാണ്. ജസ്റ്റ് തന്നിരിക്കുന്ന നമ്പറിൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ എഴുതണം. ബൈനറി എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതിൻ്റെ 3 ഡിജിറ്റ് നമുക്ക് ഓൾറെഡി അറിയാം. ഒക്ടൽ എത്രയാണ്? ഒക്ടൽ 0 മുതൽ 7 വരെയാണ്. 7ൻ്റെ ബൈനറി എത്രയാണ്? 1 1 1 ആണ്. സോ മാക്സിമം 3 ഡിജിറ്റ് വരെ റെപ്രസെൻറ്റ് ചെയ്യുള്ളൂ ഏതിൽ? ഒക്ടലിൽ. സോ നമ്മൾ 6 എന്ന് പറയുന്ന നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? 110. ഓക്കെ, 6 എന്താണ്? 110 എന്ന് എഴുതി. അതുപോലെ തന്നെ 110 എന്ന് എഴുതിയിട്ട് നമ്മളിതിനെ 4 സംഖ്യകൾ വരുന്ന ഗ്രൂപ്പാക്കി മാറ്റും. അത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടായിരിക്കും ഗ്രൂപ്പ് ആക്കുക. ഓക്കെ, അപ്പം 0 1 1 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് ഗ്രൂപ്പ്.
1 1 അതിനുശേഷം ബാക്കി റിമൈനിങ് നമ്മൾ 0 ഇട്ട് കൊടുക്കുക. 0 0 എന്ന് പറയുന്നതായിരിക്കും രണ്ടാമത്തെ ഗ്രൂപ്പ്. എന്നിട്ട് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹെക്സാഡെസിമൽ. ഓക്കെ, അപ്പം 0 1 1 0 എന്താണ്? 6 ആണ്, നമുക്കറിയാം. 0 0 1 1 എത്രയാണ്? 3 ആണ്. സോ ആൻസർ എത്രയാണ്? 36. 36 എന്താണ്? ടു ദ ബേസ് 16. തന്നിരിക്കുന്ന നമ്പർ ഒക്ടലാണ്. 66 ഒക്ടലിനെ നമ്മൾ ഹെക്സിലോട്ട് ആക്കുമ്പം ആൻസർ എത്രയാണ് കിട്ടുക? 36 എന്ന് പറയുന്നതായിരിക്കും ആൻസർ. സോ ഇതിനകത്ത് കൃത്യമായിട്ട് എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന നമ്പറിൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ അത് 3 ഡിജിറ്റിൽ നമ്മൾ എഴുതുന്നു. അതിനെ 4 ഡിജിറ്റിൻ്റെ ഗ്രൂപ്പാക്കി കൺവേർട്ട് ചെയ്യുന്നു. മനസ്സിലായല്ലോ? 4 ഡിജിറ്റിൻ്റെ ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, ഇത് സിമ്പിളാണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, 0 മുതൽ 7 വരെയാണ് ഒക്ടലിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് ഓർക്കുക. ഹെക്സാഡെസിമലിൻ്റെ ബേസ് എത്രയാണ്? 16 ആണ്. ഇങ്ങനെയാണ് ഒക്ടൽ ടു ഹെക്സാഡെസിമൽ നമ്പർ. ഇനി നമുക്ക് നേരെ തിരിച്ചൊരു കൺവേർഷൻ കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഹെക്സാഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ ആണ്. ഓക്കെ, കൺവേർട്ട് AB ഡോട്ട് D ടു ദ ബേസ് 16 ടു ഒക്ടൽ നമ്പർ സിസ്റ്റം. ഇത് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറാണ് തന്നിരിക്കുന്നത്. തന്നിരിക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ ഇതെന്താണ്? ഒരു ഹെക്സാഡെസിമൽ നമ്പറാണ്. ഹെക്സാഡെസിമൽ ആയതുകൊണ്ട് ബേസ് എത്രയാണ്? ബേസ് എന്ന് പറയുന്നത് 16 ആണ്. ഓക്കെ, ഇത് ഹെക്സാഡെസിമൽ നമ്പറാണ്. ഹെക്സാഡെസിമലിനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഒക്ടലിൻ്റെ ബേസ് എത്രയാണ്? 8. സിമ്പിൾ ആണ് ഇത് കൺവേർട്ട് ചെയ്യാനായിട്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹെക്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി റെപ്രസെൻറ്റേഷൻ ആണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ബൈനറി എത്രയാണ്? എയുടെ റെപ്രസെൻറ്റേഷൻ എത്രയാണ്? 1 0 1 0 എന്ന് പറഞ്ഞാൽ എന്താണ്? എ. ബിയുടെ റെപ്രസെൻറ്റേഷൻ എന്താണ്? 1 0 1 1 എന്നതാണ് ബി. അടുത്ത റെപ്രസെൻറ്റേഷൻ ഏതാണ്? ഡി. ഡിയുടെ റെപ്രസെൻറ്റേഷൻ ആണ് 1 1 0 1 1 1 0 1 ആണ് ഡി എന്ന് പറയുന്നത്. 0 1 ഇതാണ് നമ്മൾ എന്ത് ചെയ്തു? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ എഴുതി. ഏതിൻ്റെ? ഹെക്സാഡെസിമലിൻ്റെ. ഇനി ഇതിനെ നമ്മൾ 3 നമ്പർ അടങ്ങുന്ന ഗ്രൂപ്പായിട്ട് മാറ്റും. ദാറ്റ് ഈസ് 1 1 0 എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ്, 1 0 1 എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ് എന്താണ്? 0 1. ഇവിടെ ഒരു നമ്മൾ 0 കൂടെ ആഡ് ചെയ്ത് ഇതിനെയും ഒരു 3 ഡിജിറ്റ് ആക്കി മാറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഡെസിമൽ എഴുതുന്നു. ഓക്കെ, ഇത് എത്രയാണ്? 2. ഇതെത്രയാണ്? 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെത്രയാണ്? 5 അല്ലേ? 5 0 1 1 എത്രയാണ്? 3. 2 5 3. പോയിന്റ് ഡെസിമൽ കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ളതിനെ നമ്മൾ എന്താ ചെയ്യണേ? അങ്ങോട്ട്, അതായത് വലത്തുനിന്ന് അങ്ങോട്ടേക്ക്, അതായത് റൈറ്റ് സൈഡിലോട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗ്രൂപ്പ് ചെയ്യുന്നത്. 1 1 0 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഗ്രൂപ്പ്. ദെൻ 1 0 0, 2 0 കൂടി ഇട്ടിട്ട് അതിനെ എന്തായി? ഒരു 3 ഡിജിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. 1 1 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. 6 1 0 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. സോ നമുക്ക് കറസ്പോണ്ടിങ് എത്ര കിട്ടി? 253.64 ഈ ഒക്ടൽ നമ്പറാണ്. അപ്പോൾ 253.64 ഈസ് ദ ആൻസർ. മനസ്സിലായല്ലോ? കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നത് എന്താണ്? ഒരു ഹെക്സാഡെസിമലിനെ ഒരു ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് എന്താണ്? ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് നമുക്ക് ചോദിക്കാം. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ചോദിച്ചാൽ എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഗ്രൂപ്പ് ചെയ്യുന്നത് മാത്രം ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഒക്ടൽ നമ്പർ ആണെന്നുണ്ട് ഒക്ടലിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ 3 നമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പാണ് ചെയ്യേണ്ടത്. ഒക്ടലിലോട്ടാണ് നമുക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ്? 3 നമ്പേഴ്സിൻ്റെ ഗ്രൂപ്പാണ് വേണ്ടത്. 3 നമ്പേഴ്സ്. ഞാൻ വെറുതെ ഇങ്ങനെ എഴുതുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട്. 3 നമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പാണ് ആക്കേണ്ടത്. ഒക്ടലിലേക്കാണ് കൺവേർഷൻ എങ്കിൽ. ഹെക്സാഡെസിമലിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന നമ്പറിനെ ഹെക്സിലോട്ടാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 4 നമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പിലോട്ടായിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്. 4 നമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പിലോട്ടായിരിക്കും കൺവേർട്ട് ചെയ്യേണ്ടത്. ഇത് രണ്ടും ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ആണ്, അതായത് ഇടത്തോട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സീറോസ് ആഡ് ചെയ്ത് കൊടുക്കുക. പോയിന്റ് കഴിഞ്ഞിട്ടുള്ളതിന് വലത്തോട്ടായിരിക്കും സീറോസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് മാത്രം ഓർക്കുക. ഇത് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ മിക്കവർക്കും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. എങ്ങോട്ടാണ് എടുക്കേണ്ടതെന്ന് അറിയാതെ ഇവിടെ നിന്ന് വലത്തോട്ട് എടുക്കണോ അല്ലെ ഇടത്തോട്ട് എടുക്കണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഇത് മാക്സിമം ചെയ്ത് തന്നെ നോക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് തെറ്റാതെ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ
ബൈനറി നിങ്ങൾ എന്താണെങ്കിലും ഒരു നമ്പർ സിസ്റ്റത്തിന്റെ പ്രോബ്ലം ചെയ്ത് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം, എല്ലാ ബൈനറി നമ്പേഴ്സും സൈഡിലോട്ട് എഴുതിയിട്ടേക്കണം. അതായത് 000, അതായത് 15 വരെയുള്ളത് 1111 വരെയുള്ളതിന്റെ നമ്പർ വലത്തോട്ട് എഴുതിയിടണം. എക്സാം അതായത് നമ്മൾ എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അത് കഴിയുമ്പോഴത്തേനും പാർട്ട് ബിയിൽ നിങ്ങൾക്ക് മൊഡ്യൂൾ വൈസ് വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നമ്പർ സിസ്റ്റം ബേസ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ നമ്പർ സിസ്റ്റം ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ എഴുതാൻ ഇതിന്റെ ആവശ്യം വരും. അപ്പോൾ ആ ടൈമിൽ നമുക്ക് നോക്കാം. അതായത് പെട്ടെന്ന് 5ന്റെ നമ്പറിന്റെ 6ന്റെ ബൈനറി എന്താണ്, പെട്ടെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ ആൻസർ എഴുതുന്നതിന് മുമ്പ് തന്നെ ഇത് എഴുതി അങ്ങ് ഇട്ടേക്കണം. ഇതെന്തായാലും കുഴപ്പമില്ല, നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നോക്കാം. ബൈനറി ഇതാണോ റെപ്രസെൻറ്റേഷൻ, 1ഉം 0ഉം ഉള്ളത് കൊണ്ട് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. സോ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടി. ഓക്കെ, വളരെ ഷോർട്ടായി, അതായത് എളുപ്പമുള്ള രീതിയിൽ അങ്ങ് ചെയ്തു പോവാം. ഒരുപാട് സമയം എടുക്കരുത്. നമ്പർ സിസ്റ്റം ഏറ്റവും കൂടുതൽ തെറ്റാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ടൈമും നമുക്കിവിടെ എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ 8-bit 2's complement code for -28 to the base 10? അതായത് നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതാണ്, -28. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട് ഇതിന്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്താണ്, ഒരു മൈനസ് വാല്യൂ തന്നിട്ട് ഒരു സൈൻ നമ്പർ തന്നിട്ട് അതിൻ്റെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, 1's കോംപ്ലിമെൻറ്റും 2's കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷനും പറഞ്ഞിരുന്നു. പക്ഷെ ഇതിനകത്ത് ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ 8-bit റെപ്രസെൻറ്റേഷൻ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആൻസർ എത്ര ബിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യണം, 8 ബിറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണ് ഒരു വ്യത്യാസമുള്ളത്. ആൻസർ 8 ബിറ്റ് റെപ്രസെൻറ്റ് ചെയ്യണം. എന്താണ്, -28 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എത്രയാണ്, -28. നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു 8 ബിറ്റ് ആണ്. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം, അതായത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം ആണുള്ളത്. സോ ഫസ്റ്റ് ബിറ്റ് എന്തായിരിക്കും, സൈൻ ബിറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഫസ്റ്റ് ബിറ്റ്. അപ്പോൾ ഈ 8 ബിറ്റ് എന്ന് പറയുമ്പം അതിനകത്ത് 8ാമത്തെ ബിറ്റ്, അതായത് 0 മുതൽ ലെഫ്റ്റിലെ ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് സൈൻ ബിറ്റ് ആയിരിക്കും. ആ ബിറ്റിന് എന്തെങ്കിലും മാറ്റം വരാൻ പാടുണ്ടോ? ഇല്ല. ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് ആ സൈൻ ബിറ്റ് എന്തായിരിക്കണം, 1 ആയിരിക്കണം. അത് ഇനിഷ്യലി നമ്മൾ 1 ആക്കി അങ്ങ് വെച്ചു. ഇനിയുള്ളത് എന്താണ്, ബാക്കി എന്താണ്, മാഗ്നിറ്റ്യൂഡ് ഫോം ആണ്. MAG എന്ന് എഴുതുന്നുള്ളൂ, ഞാൻ M എന്ന് എഴുതുന്നുള്ളേ. അതാണ് ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് സൈൻ ആണ്. സൈൻ ഞാൻ S എന്ന് ഇവിടെ ഇടുവാണ്. സൈൻ ബിറ്റ്, ബാക്കിയുള്ളത് മാഗ്നിറ്റ്യൂഡ് ആണ്. ഈ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2's കോംപ്ലിമെന്റ് ഓഫ് ദ ഒറിജിനൽ. അതായത് ഇതിനകത്ത് എന്താ ചെയ്യേണ്ടത്, 2's കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ എന്താണ്, 2's കോംപ്ലിമെന്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. 8 ബിറ്റിലായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ്, ആദ്യം സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിലായിരിക്കും നമ്മൾ ഫസ്റ്റ് ഇതിനെ കൺസിഡർ ചെയ്യേണ്ടത്. അതിനുശേഷം മാഗ്നിറ്റ്യൂഡിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, 2's കോംപ്ലിമെന്റ് എടുക്കണം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാണോ അതിന്റെ 2's കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മൈനസ് ആയതുകൊണ്ട് തന്നെ സൈൻ ബിറ്റ് എന്തായിരിക്കും, 1 ആയിരിക്കും. അതിന് എന്തെങ്കിലും മാറ്റം വരുത്തണോ, വേണ്ട. സോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, 28നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. നിങ്ങൾ എന്താണ് ഡിവൈഡ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യുക, 2 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 8421 മെത്തേഡ് ഉപയോഗിക്കാമല്ലോ. ഇതിപ്പം 16 8421 എടുക്കേണ്ടി വരും, കാരണം 28 ആയതുകൊണ്ട്. 16 8 4 2 1 എങ്ങനെയായിരിക്കും വരിക, 16 + 8 + 4 എന്ന് പറയുന്നതായിരിക്കും 28. 16 + 8 എന്ന് പറയുമ്പോൾ 24 ആയി. 24 + 4 എന്ന് പറയുമ്പോൾ ഇതും കൂടെ 1 ഇടണം. ബാക്കി എന്തിടണം, 0 ഇടണം. അപ്പോൾ എന്തായിരിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ 28ന്റെ റെപ്രസെൻറ്റേഷൻ എന്താണ്, 11100. അതായത് മൊത്തം നമുക്ക് എത്ര ഡിജിറ്റ് മതി, വെറും 5 ഡിജിറ്റ് മതി. 5 ഡിജിറ്റ് മതി എന്ത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഈ 28 റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളോട് ഇതിപ്പം പറഞ്ഞിരിക്കുന്നത് 8 ബിറ്റ് അല്ല, സാധാരണ എന്താണ് ഒരു 2's കോംപ്ലിമെന്റ് കോഡ് 28 എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, സൈൻ ബിറ്റ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ 2's കോംപ്ലിമെന്റ് മെത്തേഡ് എടുത്തിട്ട് നമുക്ക് സൈൻ ബിറ്റും കൂടി ഇവിടെ 1 എന്ന് പറഞ്ഞ് ആഡ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഇത് അവരോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, 8 ബിറ്റിലാണ് റെപ്രസെന്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ആൻസർ എത്രയാണ്, ഇതിപ്പോൾ കിട്ടിയത് എത്രയാണ്, 5 ബിറ്റിലാണ് കിട്ടിയത്. 5 ബിറ്റിൽ കിട്ടുമ്പോൾ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, സീറോസ് ആഡ് ചെയ്യാം. ലെഫ്റ്റിൽ സീറോസ് ആഡ് ചെയ്താൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. സോ 3 സീറോസ് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ നമുക്ക്, ഇല്ല. ഇതിപ്പോൾ മൊത്തം 5 ആയി, 6 7. 8ാമത്തെ ബിറ്റ് എന്താന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സൈൻ ബിറ്റ് ആണ് 8ാമത്തേത് നമ്മൾ ഓൾറെഡി അസൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി ഈ സൈൻ ബിറ്റിന് നമുക്ക് എന്തിനു ചെയ്യേണ്ട, 2's കോംപ്ലിമെന്റിനോ വേറെ കാൽക്കുലേഷനിലോ ഒന്നും നമുക്കിതിനെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല.
ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. സോ നമ്മൾ എന്ത് ചെയ്തു, ഈ 5 ഡിജിറ്റിനെ നമ്മളൊരു 5നെ നമ്മൾ 7 ഡിജിറ്റ് ആക്കി മാറ്റി, 2 സീറോയും കൂടെ നമ്മൾ ആഡ് ചെയ്തു. എന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്, ഇതിനെ നമ്മൾ 2's കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുകയാണ്, സൈൻ ബിറ്റ് ഒഴികെ. 2's കോംപ്ലിമെന്റ് ആണോ എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഇതിന്റെ 1's കോംപ്ലിമെന്റ് എടുക്കണം. 1's എന്ന് പറഞ്ഞാൽ എന്താണ്, സീറോസ് ഒക്കെ 1 ആവും, 1 ഒക്കെ 0 ആവും. സോ 1 1 0 0 0 1 1 എന്ന് പറയുന്നത് അതിന്റെ 1's കോംപ്ലിമെന്റ്. അതിന്റെ കൂടെ നമ്മൾ 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ കിട്ടും. 1 + 1 എത്രയാണ്, 1 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, ക്യാരി 1 ആണ്. 1 + 1 എഗെയിൻ എന്താവും, 0, ക്യാരി 1 ആണ്. സോ 1 + 0 എന്താണ്, 1, then 0 താഴോട്ട് ഇറക്കുന്നു, then 0 1 1 എന്ന് പറയുന്നതായിരിക്കും എന്ത്, 2's കോംപ്ലിമെന്റ് ഓഫ് 28. അതാണ് നമുക്കിപ്പോൾ കിട്ടിയ എത്രയാണ്, 1 1 0 1 0 0. ഇതാണ് എന്ത്, 2's കോംപ്ലിമെന്റ് ഓഫ് എന്തിന്റെ 2's കോംപ്ലിമെന്റ്, 28ൻ്റെത്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, -28 ആണ് എഴുതാൻ പോകുന്നത്. -28 എഴുതുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്, സൈൻ ബിറ്റിനെ കൂടെ കൺസിഡർ ചെയ്യണം. സൈൻ ബിറ്റിനെ കൺസിഡർ ചെയ്യാൻ മീൻസ് എന്താണ്, ഫസ്റ്റ് ഡിജിറ്റ് എന്താണ്, 1. നമ്മൾ ഓൾറെഡി സൈൻ ബിറ്റ് ഇവിടെ 1 ആക്കിയിട്ടുണ്ട്. സോ ആ 1ഉം കൂടെ ആഡ് ചെയ്തു, 1 എഴുതി. അതിനുശേഷം നമുക്ക് ബാക്കി കിട്ടിയ 2's കോംപ്ലിമെന്റ് നമ്പറും കൂടെ നമ്മളിവിടെ ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് എന്താണ്, 1 കഴിഞ്ഞ് എന്താണ്, 1 1 1 1 0 0 0 1 0 1 0. ഇതായിരിക്കും നമ്മുടെ എന്ത് റെപ്രസെന്റേഷൻ, 2's കോംപ്ലിമെന്റ്. 8 ബിറ്റ് ആയില്ലേ, ഇപ്പം 8 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ് 2's കോംപ്ലിമെന്റ് ഫോമിൽ. അതായത് 8 ബിറ്റ് 2's കോംപ്ലിമെന്റ് കോഡ് ഫോർ -28. അതിന്റെ നമ്പർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എത്രയാണ് ആൻസർ, എത്രയാണ്, 111 00 100. ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ. ശ്രദ്ധിച്ച് ചെയ്യണം. സൈൻ ബിറ്റ് വരുമ്പോഴും അതുപോലെ തന്നെ എന്താണ്, ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് വരുമ്പോഴും ഒക്കെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പം ശ്രദ്ധിച്ച് ചെയ്യണം, കാരണം തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇതിപ്പോൾ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ വാട്ട് ഈസ് ദ 8 ബിറ്റ് 2's കോംപ്ലിമെന്റ് കോഡ് ഫോർ -28 നമുക്ക് കിട്ടി. എങ്ങനെയാണ്, സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം, അതായത് സൈൻ നമ്പേഴ്സിനെല്ലാം തന്നെ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിൽ വേണം കൺസിഡർ ചെയ്യാൻ. 8 ബിറ്റ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾ ബാക്കി സീറോസ് ആഡ് ചെയ്തു. 8ാമത്തെ ബിറ്റിന് നമ്മൾ സൈൻ ബിറ്റ് ആയിട്ട് അസൈൻ ചെയ്തു. ഇൻ കേസ് ഈ ക്വസ്റ്റ്യനിൽ 8 ബിറ്റ് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു എങ്കിൽ നമുക്ക് ശരിക്കും 28നെ റെപ്രസെന്റ് ചെയ്യാൻ എത്ര മതി, 5 ബിറ്റിന്റെ ആവശ്യമുള്ളൂ. 5 ബിറ്റ് മതിയെങ്കിൽ നമുക്ക് 6ാമത്തെ ബിറ്റിനെ എന്തായിട്ട് എടുക്കാൻ പറ്റും, സൈൻ ബിറ്റ് ആയിട്ട് അസൈൻ ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ അതിൽ നിന്നും വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. നിങ്ങളിത് ഒരു ക്വസ്റ്റ്യൻ തനിയെ ചെയ്യണം. അതായത് -88 ഇതൊന്ന് തനിയെ ചെയ്ത് നോക്കണം. -88 ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, 28ന് പകരം 88. ഇതിന്റെ 8 ബിറ്റ് ബൈനറി റെപ്രസെന്റേഷൻ 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ എങ്ങനെയാണ് എഴുതണം, 2's കോംപ്ലിമെന്റും 1's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷനും നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കണം. എങ്കിൽ മാത്രമേ നമ്പർ സിസ്റ്റം തറവാകത്തുള്ളൂ. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ഒക്ടൽ ഇക്വലന്റ് ഓഫ് ഡെസിമൽ നമ്പർ 27.15. തന്നിരിക്കുന്ന എന്താണ്, ഒരു ഡെസിമൽ നമ്പർ തന്നിട്ടുണ്ട്. അതിനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒക്ടൽ ഇക്വലന്റ് ഓഫ് ഡെസിമൽ നമ്പർ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഏതൊരു നമ്പറിനെയും ഡെസിമലിലോട്ടാണ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഡിവിഷൻ ആയിരിക്കും നടക്കുക. പിന്നെ പോയിന്റ് നമ്പറാണ്, പോയിന്റ് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സിന് എന്തായാലും മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. അതിന്റെ വെയിറ്റ് എത്രയാണ്, ഒക്ടലിന്റെ ബേസ് എത്രയാണ്, ഒക്ടലിന്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ്. അറിയാലോ, ഒക്ടലിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ 8 ആണ്. സോ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഡെസിമൽ നമ്പർ 27 തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് 27നെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 27 എന്ന് പറയുന്ന ഒക്ടൽ നമ്പറാണ്. സോ ഡിവൈഡഡ് ബൈ 8. 8 × 3 എത്രയാണ്, 8 × 3 എന്ന് പറഞ്ഞാൽ 24 ആണ്. സോ 3 റിമൈൻഡർ എത്രയുണ്ട്, 3 ഉണ്ട്. ഇത്രയല്ലേ ഉള്ളൂ, 33. അപ്പോൾ 27ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതെന്ത് കിട്ടി നമുക്ക്, 27ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ കിട്ടി, സോറി ഒക്ടൽ കിട്ടി. ദാറ്റ് ഈസ് 33. 33 നമ്മൾ എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയാലോ, താഴെ നിന്ന് മുകളിലോട്ടായിരിക്കും എഴുതേണ്ടത്. 33. ഇനി അടുത്ത് എന്ത് തന്നിട്ടുള്ളത്, 0.15. ദാറ്റ് ഈസ് 0.15. 0.15 ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഒക്ടൽ നമ്പർ ആണ് അല്ലേ.
ഒക്ടൽ നമ്പർ ആയതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് വെച്ചായിരിക്കണം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 8 വെച്ചിട്ടായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, ബേസ് വെച്ചിട്ടായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 0.5 ഇൻറ്റു 0.15 ഇൻറ്റു 8 അത് നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുമ്പോൾ 1.20 സംതിങ് വാല്യൂ കിട്ടും. 1.20 ഇതിൻ്റെ 1 എന്ന് പറയാൻ നമ്മൾ എടുക്കും, ബാക്കി എത്രയുണ്ട്? 20. ഈ 20 ഇൻറ്റു എന്ത് ചെയ്യണം? 0.20 ആണ്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. 0.20 ഇൻറ്റു 8, 0.20 ഇൻറ്റു 8 എത്ര വരും? എന്തായാലും ഇതിൻ്റെ നിങ്ങളൊരു മൂന്ന് ഡിജിറ്റ് കണ്ടുപിടിച്ചാൽ മതി. 0.20 ഇൻറ്റു 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.6 ആണ്. 1.6. അടുത്ത എന്ത് ചെയ്യണം? 0.6 ഇൻറ്റു 0.6 പോയിന്റ് ആണ്. 0.6 ഇൻറ്റു 8, 0.6 ഇൻറ്റു 8 എത്രയാണ്? 4.8. 4.8 ആണ്. 0.6 ഇൻറ്റു 8 എത്രയാണ്? 4.8. അങ്ങനെ ഒരു 3 ഡിജിറ്റ്, 3 അല്ലെങ്കിൽ 4 എണ്ണം കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ എന്താ എടുക്കേണ്ടത്? ഇത് നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്? മുകളിൽ നിന്ന് താഴോട്ടല്ലേ എഴുതേണ്ടത്. സോ 114 എന്നാണ് എഴുതാൻ. അപ്പം നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ എത്രയാണ്? ഒക്ടൽ നമ്പർ 27.15ൻ്റെ ഒക്ടൽ നമ്പർ എത്ര കിട്ടും? 33. നമുക്ക് കിട്ടിയ എത്രയാണ്? 33. 27ൻ്റെ കറസ്പോണ്ടിങ് ഒക്ടൽ എത്രയാണ്? 33. ബാക്കി എന്തുണ്ട്? 114. 114. മിനിമം 3 എണ്ണം എങ്കിലും ഡിജിറ്റ് നിങ്ങൾ എടുക്കണം. ഓക്കെ, 3 മൾട്ടിപ്ലിക്കേഷൻ എങ്കിലും ചെയ്തിട്ട് വേണം ഡിജിറ്റ് എടുക്കാൻ. 33.114 ടു ദ ബേസ് എത്രയാണ്? 8. ഏതിന് കറസ്പോണ്ടിങ് ആണ്? 27.15 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ നമുക്ക് കിട്ടി. എത്രയാണ്? 33.114. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിപ്പം ഏകദേശം, അതായത് നമ്പർ സിസ്റ്റം ഏകദേശം ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള 4, അതായത് ബൈനറി, ഒക്ടൽ, ഡെസിമൽ, ഹെക്സാഡെസിമൽ, ഈ 4 നമ്പർ സിസ്റ്റത്തിൻ്റെയും കൺവേർഷൻസ് മസ്റ്റായിട്ട് നിങ്ങൾ നോക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൺവേർഷൻസ്, അതിന് ഞാൻ എളുപ്പം എന്ന രീതിയിൽ ഡെസിമൽ ടു എങ്ങോട്ടെങ്കിലുള്ള കൺവേർഷൻ, അതുപോലെ തന്നെ ഏതിനെങ്കിലും ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം, അതിന് 2 എളുപ്പവഴി പറഞ്ഞു. അതുപോലെ തന്നെ എളുപ്പമാണ് ഒക്ടൽ ടു ഹെക്സാഡെസിമലും ഹെക്സാഡെസിമൽ ടു ഒക്ടൽ, ഈ കൺവേർഷൻസ്. അങ്ങനെ കുറച്ച് കൺവേർഷൻസ്, അത് ജസ്റ്റ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ കൺവേർഷൻസ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം കൺവേർഷൻസ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾക്ക് എക്സാമിനുണ്ടാവും. കൺവേർഷൻസ് സിമ്പിളായിട്ട് ചോദിക്കാൻ വഴിയില്ല. ഒന്നെങ്കിൽ എന്തായിരിക്കും? ഒരു സൈൻഡ് നമ്പർ -21 അല്ലെ -26 അങ്ങനെ പോലുള്ളൊരു കൺവേർഷൻ ആയിരിക്കാം ചോദിക്കുന്നത്. അതുപോലെ തന്നെ പോയിന്റ് ഉള്ള നമ്പേഴ്സ്, അതായത് ഡെസിമൽ പാർട്ടുള്ള നമ്പേഴ്സ് ചോദിക്കാം. 26.3 അല്ലെങ്കിൽ 1.2 ഇതിൻ്റെയൊക്കെ കൺവേർഷൻസ് ആയിരിക്കും കൂടുതലും നിങ്ങൾ കുറച്ചും കൂടെ നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് നോക്കേണ്ടത്. കാരണം അങ്ങനെയുള്ള കൺവേർഷൻസ് ആണല്ലോ കൂടുതൽ തെറ്റിപ്പോകാൻ സാധ്യത. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിനകത്തുള്ളത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആണ്. ബൈനറി അഡീഷൻ, ബൈനറി സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷൻ തന്നെ നമുക്ക് 3 മെത്തേഡ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. ജനറൽ മെത്തേഡ് ഉണ്ടാവും, വൺസ് കോംപ്ലിമെന്റ് ഉണ്ട്, ടൂസ് കോംപ്ലിമെന്റ് ഉണ്ട്. അത് ക്വസ്റ്റ്യനിൽ വൺസോ ടൂസ് കോംപ്ലിമെന്റോ പറഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ നമുക്ക് ജനറൽ മെത്തേഡ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വൺസ് കോംപ്ലിമെന്റ് മെത്തേഡോ അല്ലെങ്കിൽ ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡോ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ആ മെത്തേഡ് തന്നെ ഫോക്കസ് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാൻ. പിന്നെ വൺസും സീറോസും ആയതുകൊണ്ട് ബൈനറി എന്തായാലും 0 മുതൽ 15 വരെ നമ്മുടെ ആൻസർ കീയുടെ സൈഡിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്തിടുക. എങ്കിൽ മാത്രമേ പെട്ടെന്ന് നമുക്കൊന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ 2ൻ്റെ ഡെസിമൽ അല്ലെങ്കിൽ 6ൻ്റെ ബൈനറി നമ്പർ, അപ്പം നമുക്ക് വേഗം നോക്കാൻ എളുപ്പമുണ്ടാവും. അതുകൊണ്ട് അത് നമ്മൾ എന്തായാലും എഴുതിയിട്ടിട്ട് വേണം ആൻസർ എഴുതി തുടങ്ങാൻ. കാരണം തെറ്റാൻ സാധ്യതയുണ്ട് പോയിന്റ് വാല്യൂസ് വരുമ്പം. അതുപോലെ തന്നെ സൈൻഡ് നമ്പർ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. സൈൻ മാഗ്നിറ്റ്യൂഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പം ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് വായിച്ചു നോക്കണം. അത് 8 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് നമുക്ക് കിട്ടിയ നമ്പറിൽ തന്നെ റെപ്രസെന്റ് ചെയ്താൽ മതിയോ എന്ന് നോക്കണം. കിട്ടിയ നമ്പർ തന്നെ ആണോ എന്നുണ്ടെങ്കിൽ ലെഫ്റ്റിൽ മോസ്റ്റ് ആയിരിക്കും എന്ത് സൈൻ ബിറ്റ് എഴുതുന്നത്. പിന്നെ എഴുതുമ്പം കൂടുതലും നമ്പേഴ്സ് മാത്രം എഴുതി പോവാതെ അതിന് കുറച്ചൊരു ഡിസ്ക്രിപ്ഷനും കൂടെ കൊടുത്തിട്ട് വേണം ആൻസർ എഴുതാൻ. ഇൻ കേസ് എവിടെയെങ്കിലും ഒരു ചെറിയ തെറ്റ് പറ്റിയാലും ഡിസ്ക്രിപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് ടീച്ചർ ഇട്ട് തരും. അതുകൊണ്ട് ഡിസ്ക്രിപ്ഷനും കൂടെ എഴുതി വേണം നമ്മളിതിന് ആൻസർ ചെയ്യാൻ. പിന്നെ എന്താണ്, ഈ ബൈനറി സബ്ട്രാക്ഷൻ ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ എന്താണ് റൂളുകളുണ്ട്, അല്ലെങ്കിൽ അതിന് ഓരോ സ്റ്റെപ്പ് ഉണ്ട്. അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതി തന്നെ പോകണം. എഴുതി തന്നെ മാത്രമേ, കാരണം ക്യാരി വന്നാൽ ക്യാരി ഡിസ്കാർഡ് ചെയ്യണം, അല്ലെങ്കിൽ ക്യാരി വന്നു കഴിഞ്ഞാൽ പിന്നെയും വൺസ് കോംപ്ലിമെന്റ് എടുക്കണം, അല്ലെങ്കിൽ ടൂസ് കോംപ്ലിമെന്റ് എടുക്കണം. അത് എല്ലാം എഴുതണം. നിങ്ങളുടെ ഭാഷയിൽ എഴുതിയാൽ മതി. അതിന് കാണാതെ പഠിക്കുകയൊന്നും ചെയ്യണ്ട. നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് എഴുതിയതിന് ശേഷം മാത്രമേ എന്ത് പ്രോബ്ലം 10 അല്ലെങ്കിൽ 01 എന്നുള്ള പ്രോബ്ലംസ് എന്തെങ്കിലും ചെയ്യാവുള്ളൂ. ഓക്കെ, കാരണം തെറ്റിപ്പോകാൻ സാധ്യത നമ്പർ സിസ്റ്റം ഒരുപാടുണ്ട്. കാരണം കൂടുതലും ആൾക്കാർ നമ്പർ സിസ്റ്റം വിട്ടുകളയും.
തെറ്റിപ്പോവാൻ സാധ്യതയുള്ളതുകൊണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇത്രയും എടുക്കുന്നുള്ളൂ. നമ്പർ സിസ്റ്റത്തിന് ഇനിയും മോർ ക്വസ്റ്റ്യൻസ് ഒരുപാട് വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് വെച്ചിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യാം. സോ താങ്ക് യു.